ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു അറബിക് റൈസ് എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇട്ടില്ല. എൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. കുറച്ചാളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട 1 കിലോ ചിക്കന്, അതേപോലെ 2 സവാള അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില, മുഴുവൻ പച്ചമുളക്, തൈര്, തക്കാളി പേസ്റ്റ് ആക്കിയത്, അതേപോലെ നെയ്യ്, പിന്നെ പട്ട, ഗ്രാമ്പു, സാജീരകം, അതേമാതിരി ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ കട്ട, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്. ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ സാധനം ഇട്ട് കൊടുക്കാം. കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, അത് നമുക്കിത് കഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇപ്പോൾ 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ കട്ട നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി പിടിപ്പിച്ച് കൊടുക്കാം. സൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടച്ച് കൊടുത്തുകൊണ്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മാം. നമ്മൾ നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. ഇത് എത്ര കൂടുതൽ വെക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് ചോറ് വെക്കുമ്പോൾ അരിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ കൊടുത്ത് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കുക. പിന്നെ അതിൻ്റെ ആവി പോയിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു വിസിലടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവി പോകാൻ വേണ്ടി നിന്നിരുന്നു. അപ്പോൾ ആവിയൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ തുറക്കുകയാണ്. ഒരു പകുതി 3/4 വേവ് ചിക്കൻ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ചിക്കന് ഒരു പകുതി 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്കത് ചിക്കൻ ഓരോന്ന് കൂട്ടി നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. അപ്പം നമുക്ക് ചിക്കൻ ഓരോന്ന് ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് വേറെ പാത്രത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അരി അളന്ന് അതേ ഗ്ലാസ്സിൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് അളന്നെടുത്തിട്ട് അതിന് വയ്ക്കാം. ബാക്കി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 5.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 8 ഗ്ലാസ് വെള്ളം നമ്മളിതിൽ കുക്കറിലായതുകൊണ്ട് അത്ര മതി, 1.5 മതി. ബസ്മതി അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, കഴുകിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിലായതുകൊണ്ട് നമ്മൾ 1.5 എടുത്താൽ മതി. ഇനി അതല്ല ബാക്കി ചെമ്പിലോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതായത് 5.5 ഗ്ലാസ് അരിക്ക് ഒരു 11 ഗ്ലാസ് 10 ഗ്ലാസ് അതിന് വെള്ളം വേണം. കുക്കറിലായതുകൊണ്ട് നമുക്ക് 1.5 ഗ്ലാസ് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ആദ്യം നമുക്ക് അളന്ന് നോക്കാം, അത് എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് സ്റ്റോക്ക് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ സ്റ്റോക്ക് അളന്ന് ബാക്കിയുള്ള വെള്ളം ഇതാക്കിയിട്ട് ഏകദേശം 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഭാഗത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും അതേമാതിരി മല്ലിച്ചപ്പ്, ബാക്കി പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ നമ്മളിപ്പോൾ പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, സാജീരകം, പിന്നെ 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ബസ്മതി അരിയാണ് ഇത്, ഏകദേശം 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 5.5 ഗ്ലാസ് അരിയുണ്ട് അളന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതിലുള്ള വെള്ളം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അരി കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. കുക്കർ വലുതുണ്ടെങ്കിൽ അത് ഒക്കെ നല്ലത്. നമ്മളിപ്പോൾ ചെറിയ കുക്കറുള്ളതുകൊണ്ട് ഇതിനാണ് ആക്കിയിട്ടുള്ളത്. നന്നായി ഇളക്കിയാണ്ട് പിന്നെ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒറ്റ വിസിലടുപ്പിക്കുക. എന്നിട്ട് പിന്നെ ആവി പോകണ വരെ നമ്മൾ കാത്തു നിന്നിട്ട് തുറക്കാം. ഇപ്പം ഇനി കുക്കർ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന അതുവരെ നമ്മൾ അടച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കുക. പിന്നെ അതിൻ്റെ ആവി പോയിട്ട് നമുക്ക് തുറക്കാം. അപ്പം ഇനി നമുക്ക് ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ചിക്കന് ചെറിയൊരു മാരിനേഷൻ കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്കൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3/4 സ്പൂണ് ഗരം മസാലപ്പൊടി, ഏകദേശം 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 2 സ്പൂണ് തൈരും കൂടി ഇട്ടെടുക്കാം. നമുക്കൊരു അരമുറി നാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം. നമുക്ക് ചെറിയൊരു പാക്കറ്റ്, കുറച്ച് ഒരു 2 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കെച്ചപ്പ് ഒഴിച്ചെടുക്കാം. 2 ഉണ്ടാവില്ല, 1 സ്പൂണേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, ഇതിൽ അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ നമ്മൾ ഉപ്പിട്ടുണ്ട്. ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ചൊരു ഇതിലിട്ട് കൊടുത്താൽ പിന്നെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയൊരു കണക്കിൽ അളവിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സായി കൊടുക്കുക. നന്നായി മിക്സായ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉപ്പ് ഉണ്ടോ നോക്കേണ്ടതാണ്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ നമ്മൾ കൈ വെച്ച് ഇളക്കി ഉടച്ചെടുക്കരുത്. ഇപ്പോൾ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓഫാക്കി, ഫ്ലെയിം ഓഫാക്കി. ഇനി അതിൻ്റെ ആവി പോകണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കന് മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ചെറിയൊരു ഫ്രൈ പാൻ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ നന്നായിട്ട് പരത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് വെച്ച് കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു സൈഡ് ബ്രൗൺ കളറാണ് അതിൽ ആക്കിയാൽ മതി. അല്ലാതെ നമ്മൾ മുരിപ്പിച്ച് കരിയിച്ച് കളയണ്ട. നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. ചിക്കൻ മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സൈഡ് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഒറ്റ സൈഡ് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കരിയിച്ചാതെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് കഴിഞ്ഞിട്ട് വേറെ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും കഴിഞ്ഞാൽ ഇത് ഫൈനൽ പ്രിപ്പറേഷൻ ആവുള്ളൂ. നമുക്ക് ഇതിലേക്ക് അടുത്ത് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇതും കൂടി ഒരു രണ്ട് സൈഡ് മറിച്ചിട്ട് ബ്രൗൺ കളറാണ് നേരെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻസ് നടക്കാം. നമ്മൾ ചിക്കൻ്റെ ബാക്കിൽ കുറച്ച് നമ്മൾ എടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതും അതേമാതിരി നേരത്തെ മസാല നമ്മൾ രണ്ടാമത് പുരട്ടിയതൊക്കെ പാടെ ചേർത്തിട്ട് ചെറിയൊരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി ഇപ്പോൾ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിക്ക് ഈ പൊരി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഇനി നമ്മൾ ഈ ചിക്കൻ അതിക്ക് ഇടുകയാണ്. ആക്കി വെച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടുക. നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും നമ്മളിതിൽ കൂടെയാണ് ഒരെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കുക. അത് ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സായി കൊടുക്കുക. ചിക്കൻ ഉടയാതെ നോക്കണം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കന്. അപ്പോൾ നമ്മൾ ചോറ് ആയിട്ടുണ്ടാകുന്നില്ല, ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് വേറെ പാത്രത്തേക്ക് മാറ്റാം. നമുക്ക് ചോറിലേക്ക് വേറൊരു ചെമ്പൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് അടിപൊളി വെന്തൊക്കെ വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അതേമാതിരി നമ്മൾ നേരത്തെ ചിക്കന് ആ ഗ്രേവിയിൽ ഇട്ടാണ്ട് ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്കൊരു ചെറിയൊരു മസാല രൂപത്തിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ അതേമാതിരി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് വേറെ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. ചെങ്കട അത് കഴിക്കുന്നുണ്ട്. എന്താണെന്ന് അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. ശരാ സൂപ്പറാ. അപ്പം നമ്മൾ കഴിക്കട്ടെ. ചിക്കൻ പീസ് കഴിക്കുന്നിട്ട് അഭിപ്രായം പറയും.